അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും എല്ലാം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ, അല്ലേ? ഇവർ എന്ത് ജോലി ചെയ്താലും അതിൻ്റെ തടസ്സം നേരിടുകയും അങ്ങനെ ജോലി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സാമ്പത്തികമായാലും എത്ര രൂപ കയ്യിൽ കിട്ടിയാലും എല്ലാം പല പല ചെലവുകളിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുമൂലം വീട്ടിൽ മനസ്സമാധാനവും സന്തോഷവും ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, വരുമ്പോഴെല്ലാം കൂടെ വരുമല്ലോ എന്ന്. അതങ്ങനെയാണ്. ദോഷ സമയത്ത് തൊട്ടാലും പിടിച്ചാലും എല്ലാം നമുക്കെതിരെ വരത്തുള്ളൂ, ഒന്നും ശരിയാവുകയില്ല. എന്നാൽ വ്യാഴം അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിലേക്ക് എത്തുകയാണ്. ഈ മാറ്റം കുറച്ച് രാശിക്കാർക്ക് വളരെ നല്ല ഗുണമായിരിക്കും ലഭിക്കുന്നത്. 2025 ഫെബ്രുവരി 4 ഈ മാറ്റം നടക്കുക. അതുമൂലം കുറച്ചധികം ആളുകൾക്ക് മഹാഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. ഈ നാളുകാർക്ക് തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് നല്ല ഉയർച്ചയായിരിക്കും ഉണ്ടാവുക. അതുമൂലം സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാവുന്നു. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ നല്ല മനസ്സമാധാനവും ലഭിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക. വ്യാഴം ഭാഗ്യം കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടുന്നത് 5 രാശിക്കാരാണ്. നമുക്ക് ആ 5 രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. വ്യാഴം ഇടവത്തിൽ നേർഗതിയിലെത്തുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാവുക. ഈ വ്യാഴമാറ്റം കൊണ്ട് ഭാഗ്യം ഉണ്ടാകുന്ന ആദ്യ രാശിക്കാർ മേടൻ രാശിക്കാരാണ്. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രക്കാർക്കാണ് ആദ്യം വ്യാഴമാറ്റത്തിൻ്റെ ഭാഗ്യം ഉണ്ടാവുക. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഫെബ്രുവരി 4 എന്ന തീയതി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക. എന്ന് വെച്ചാൽ 4 തീയതി കഴിഞ്ഞ് 5 തീയതി തൊട്ട് മാറ്റം ഉണ്ടാവുക എന്നല്ല. 4 തീയതി എന്ന ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉള്ള മാറ്റമാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങും. ഇവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഭദ്രതയായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത മേടൻ രാശിക്കാർക്ക് അത് തുറന്നു കൊണ്ടുപോകും. നല്ല സാമ്പത്തിക സ്ഥിതി തന്നെ വന്നുകൊണ്ടിരിക്കും. നല്ല ഉയർച്ചയായിരിക്കും ഇനി ഇവർക്ക് വരാനുള്ളത്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ബിസിനസ് വരും. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും പഴയ ബിസിനസ്സുകൾ വിപുലീകരിക്കാനും ഈ സമയത്ത് സാധിക്കും. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് സാമ്പത്തികം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫെബ്രുവരി 4 കഴിഞ്ഞാൽ പിന്നെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. അതായത് എപ്പോഴും ഹോസ്പിറ്റലിൽ പോവുക, മരുന്ന് വാങ്ങിക്കുക, ഡോക്ടർമാർക്കുള്ള ഫീസ് കൊടുക്കുക, ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്. മേടൻ രാശിക്കാർക്ക് ഈ കാലയളവിൽ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും നല്ല സമയമായിരിക്കും വരാൻ പോവുക. തന്മൂലം നല്ല മനസ്സമാധാനം ലഭിക്കും. വ്യാഴമാറ്റം കൊണ്ട് ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയും നന്മയും ഭാഗ്യവും എല്ലാം കിട്ടാൻ പോകുന്ന അടുത്ത രാശിക്കാർ ഇടവൻ രാശിക്കാരാണ്. ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴമാറ്റത്തിന് ഭാഗ്യം കൊണ്ട് ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്നത്. ഇടവൻ രാശിക്കാർ നിങ്ങളുടെ ജോലി ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയും ജോലി സംബന്ധമായ ഉയർച്ചയും തീർച്ചയായും ലഭിച്ചിരിക്കും. അത്രയേറെ ഭാഗ്യഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ
ഈ സമയത്ത് വലിയ വലിയ ബിസിനസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വലിയ റിയൽ എസ്റ്റേറ്റ് മേഖലയുള്ളവർക്ക് വലിയ വലിയ ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളുടെയും അതുപോലെ വലിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും. ഇവർക്ക് ഇടവൻ രാശിക്കാർക്ക് ഈ സമയത്ത് അവരുടെ വീട് മോടി പിടിപ്പിക്കാൻ, അതായത് പുതിയ റൂമൊക്കെ എടുക്കാനോ അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടേജൊക്കെ അങ്ങോട്ട് മാറ്റി ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയം വരും. അതുപോലെ തന്നെ പുതിയ വീടുകൾ വയ്ക്കാനും സാധിക്കും. അത്രയേറെ ഭാഗ്യവും സാമ്പത്തികവും വന്നു ചേരുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ ഈ രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഇടവൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ വ്യാഴമാറ്റം വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇവർക്ക് ഈ പഠനത്തിലുണ്ടായിരുന്ന അലസതയും മന്ദതയും എല്ലാം മാറി വളരെ ആക്റ്റീവായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതായിരിക്കും. പഠിക്കാൻ തന്നെ ഭയങ്കര ഉത്സവമായിരിക്കും. വ്യാഴമാറ്റം കൊണ്ട് ഗുണം വരാൻ പോകുന്ന അടുത്ത രാശിക്കാർ കന്നി രാശിക്കാരാണ്. കന്നി രാശിയിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഈ ഭാഗ്യം വരാൻ പോകുന്നത്. വളരെയേറെ ഭാഗ്യവും നല്ല യോഗവുമാണ് ഇവർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ഈസിയായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരിക്കലും നിങ്ങൾക്കിത് കിട്ടത്തില്ല എന്നല്ല, നിങ്ങൾ വിട്ടു പോകുന്ന കേസായിരിക്കും. പക്ഷേ ഈ 4-ാം തീയതി എന്നുള്ള ഡേറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം തീർച്ചയായും നിങ്ങൾക്ക് അതൊക്കെ സാധിച്ചിരിക്കും. വർഷങ്ങളായി വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും വിദേശത്ത് തന്നെ പുതിയ കമ്പനികളിലേക്ക് മാറ്റം ആഗ്രഹിച്ച് പുതിയ കമ്പനികൾ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തു നിൽക്കുന്നവർക്കും ഈ വ്യാഴമാറ്റത്തിൽ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ എഴുതിയിരിക്കും, ഉറപ്പ്. നിലവിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് ഇപ്പോൾ ജോലിയിലുണ്ടായിരുന്നൊരു മന്ദത അല്ലെങ്കിൽ ഒരുതരം മടുപ്പ് എല്ലാം മാറി ഊർജ്ജസ്വലരാവുകയും അവർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുകയും ചെയ്യും. വർഷങ്ങളായിട്ട് വിവാഹാലോചനകൾ നോക്കിയിട്ടും നടക്കാതിരുന്ന ഇവർക്ക് ഈ സമയത്ത് നല്ല വിവാഹബന്ധം വരികയും നല്ല രീതിയിലൊരു ചടങ്ങ് നടക്കുകയും ചെയ്യും. ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവരും. നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കും. വ്യാഴമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് അടുത്ത രാശിക്കാർ വൃശ്ചികൻ രാശിക്കാരാണ്. വൃശ്ചികൻ രാശിയിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളായിരിക്കും കാണുന്നത്. പല കാര്യങ്ങളും ഇങ്ങനെ മുടക്കമുണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഇങ്ങനെ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കും. ഇവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടായിരിക്കും. ലോട്ടറി എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ചിട്ടിയും നറുക്കെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. ചിട്ടി അതുപോലെയുള്ള ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടായിരുന്നവർക്ക് ഈ സമയത്ത് അതൊക്കെ ലോണൊക്കെ പാസ്സായി വരും. അതുപോലെ ഈ രാശിയിലുള്ള കലാകാരന്മാർക്ക് ഇത് വളരെ നല്ല സമയമാണ്. വർഷങ്ങൾ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല പ്രൊജക്റ്റുകളും ഈ സമയത്ത് നടക്കും. പല കലാകാരന്മാർക്കും സ്കോളർഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് പോകാനുള്ള സമയമാണ് ഈ വരുന്നത്. ആരോഗ്യപരമായിട്ട് വൃശ്ചിക രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ഇനി വരുന്നത്. വർഷങ്ങളായിട്ട് പല രോഗങ്ങളിലും കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന വൃശ്ചിക രാശിക്കാർക്ക് ഈ സമയത്ത് അതിൽ നിന്നൊരു വലിയ മാറ്റം വരാൻ പോകുന്നു. അസുഖങ്ങളൊക്കെ മാറി ജോലിക്കും പോകാനും നല്ല നല്ല പുതിയ ജോലി ലഭിക്കാനും ഈ സമയത്ത് സാധിക്കും. അതുപോലെ നല്ല സാമ്പത്തിക ഉയർച്ചയായിരിക്കും വൃശ്ചിക രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കടബാധ്യതകളെല്ലാം തന്നെ നീട്ടാനുള്ള ഒരു സമയമാണ്. അപ്പോൾ വീട്ടിൽ നല്ല മനസ്സമാധാനം, കുടുംബത്തിൽ നല്ല മനസ്സമാധാനം, സന്തോഷം എല്ലാം വന്നു ചേരും. വഴക്കും കാര്യവും സാമ്പത്തികം ഇല്ലെങ്കിൽ തന്നെ വീട്ടിലൊരു മനസ്സമാധാനം കാണത്തില്ല. ഭാര്യയും ഇതൊക്കെ ആയിട്ട് വഴക്കും ബഹളവും ഇതൊക്കെ മാറും. എല്ലാം മാറി നല്ലൊരു സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും
ഇതിൽ ഇനി തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാൻ കൃഷ്ണന് വഴിപാടായിട്ട് തൃക്കൈ വെണ്ണ അർപ്പിക്കുക. എല്ലാ തടസ്സങ്ങളും മാറുന്നതായിരിക്കും. വ്യാഴമാറ്റം കൊണ്ട് ഭാഗ്യം ലഭിക്കുന്ന അടുത്ത രാശിക്കാർ മകരൻ രാശിക്കാരാണ്. മകരൻ രാശിയിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്. ഈ വ്യാഴമാറ്റം വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് മകരൻ രാശിക്കാർക്ക്. സർക്കാർ സർവീസുകളിലേക്ക് ജോലിക്ക് അപേക്ഷ കൊടുത്തിട്ട് ലഭിക്കാതിരിക്കുന്നവർക്ക് ഈ വ്യാഴമാറ്റം വളരെ നല്ല ഗുണമാണ് ലഭിക്കുന്നത്. കാര്യം അവർക്ക് ഈ സമയത്ത് അവർക്ക് ജോലി ലഭിക്കും. ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും. അവർക്ക് എവിടെ നിന്നെങ്കിലും തന്നെ കിട്ടാനുള്ള സാമ്പത്തികം കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങളറിയാതെ തന്നെ വന്നിരിക്കും. കടമായിട്ട് കൊടുത്തതോ അല്ലെങ്കിൽ കിട്ടാനുണ്ടായിരുന്നതായിട്ടുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരും. കൃഷിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ, അതായത് നെൽകൃഷി, പച്ചക്കറി കൃഷി, അതുപോലെ തന്നെ ഏല, കാപ്പി, ഏലം, കുരുമുളക് പോലുള്ള പല കൃഷിത്തോട്ടങ്ങൾ നടത്തുന്നവർക്കും ഈ വരുന്ന വ്യാഴമാറ്റം കൊണ്ട് വളരെയേറെ അഭിവൃദ്ധി കൂട്ടുന്നതാണ്. ഈ രാശിക്കാരിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരുണ്ടെങ്കിൽ അവർ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് സാമ്പത്തിക ക്രമക്കേടുകളിൽപ്പെട്ട നഷ്ടം വരാൻ സാധ്യതയുണ്ട്. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, അതായത് പാർട്ട്നേഴ്സ് കാരണമായാലും ഒരു സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവുക. മകരം രാശിക്കാരായ സ്ത്രീകൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്കുള്ള യോഗം കാണുന്നുണ്ട്. പൊതുവേ ദേഷ്യ സ്വഭാവമുള്ള ഈ രാശിക്കാർ നിങ്ങൾ ദേഷ്യഭാവത്തിലുള്ള സംസാരമൊക്കെ നിർത്തി അല്പം സൗമ്യതയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രമോഷൻ, ശമ്പള വർധനവ് ഇവയെല്ലാം നിങ്ങളുടെ സംസാരത്തിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുൻകോപം അല്പം മാറ്റാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ജോലിയെയും ശമ്പള വർധനവിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഭാഗ്യം പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച തന്നെയാവും വരിക. ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തുക. ദേവീക്ഷേത്രങ്ങളിൽ ഒരു ചെറിയ വഴിപാടെങ്കിലും ചെയ്യുക. ഒരർച്ചനയോ പുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ചെയ്യുക. ഒരു വിളക്കെങ്കിലും കത്തിക്കുക. ഈ നാളുകാർക്ക് പൂർവ്വ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ വ്യാഴമാറ്റം കൊണ്ട് ഒത്തിരി ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു തരാൻ പോകുന്നത്. അതുകൊണ്ട് ജോലിയില്ലാത്തവരാണെങ്കിൽ ജോലിക്കായി മാക്സിമം ശ്രമിക്കുക. ജോലിയുള്ളവർ അവരുടെ പ്രൊമോഷനായി പരിശ്രമിക്കുക. തീർച്ചയായും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വ്യാഴമാറ്റം 2025 ഒക്ടോബർ മാസം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.